ആലോചിക്കണമെന്നല്ല. എല്ലാ വിഭാഗവും ഈ രീതിയിൽ സമ്പൂർണമായി പരാജയപ്പെട്ടു. ഖുത്ബുസ്സമാൻ വളരെ വ്യക്തമായി ഇന്നും നമ്മോട് ബോധ്യപ്പെടുത്തി. ഇവിടെ നേരത്തെ സംസാരിച്ച അഹ്മദ് അസ്വൻ റിഫായി മഹാനുഭാവൻ, അദ്ദേഹം മഹാനായ ഖുത്ബുസ്സമാനെ സ്വപ്നത്തിൽ കാണുകയാണ്. തന്റെ പ്രിയപ്പെട്ട പിതാമഹൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വന്നിട്ട് ഖുത്ബുസ്സമാനെ പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ്, കേരളത്തിലെ യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്നയാൾ ഖുത്ബുസ്സമാനാണ്. അദ്ദേഹം അവിടെ ഇരുന്നപ്പോ വീണ്ടും പറയാം, ഇത് പറഞ്ഞത് ശരിക്കും വ്യക്തമായിട്ടില്ല എന്നാ തോന്നുന്നത്. ആ സക്കീർ ഖാനോട് ഒന്നും കൂടി വിശദീകരിക്കാൻ പറയാം. സക്കീർ ഭായിനോട് ഒന്നും കൂടെ വിശദീകരിക്കാൻ പറയാം, ആളുകൾക്ക് ഞാൻ പറഞ്ഞത് ശരിക്കും വ്യക്തമായിട്ടില്ല. എന്നിട്ട് പറയണം, അദ്ദേഹം ഇപ്പോ കാസിമിനോട് പറഞ്ഞത് അതാ, എന്നോട് തന്റെ വെല്ലുപ്പ പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അത് ശരിക്കും ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ സക്കീറിനോട് ഒന്നും കൂടി പറയാൻ വേണ്ടി പറയാം. അദ്ദേഹം ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സ്വപ്നത്തിൽ വന്നിട്ട് പറയാണ്, ഇത് ഈ കാലഘട്ടത്തിന്റെ ഖുതുബാണ് എന്ന് പറയണം. സ്വപ്നല്ലേ എന്ന് കരുതി അദ്ദേഹം വീണ്ടും ഒന്നൊക്കെ ഉണ്ടാക്കി രണ്ടാമത് ഒന്നും കൂടെ കടന്നപ്പോ വീണ്ടും അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കാലഘട്ടത്തിന്റെ ഖുതുബ് കേരളത്തിലെ യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്നയാളാണ് എന്ന് വീണ്ടും പറഞ്ഞു. അദ്ദേഹം സ്വപ്നമല്ലേ എന്ന് കരുതിയിട്ട് വീണ്ടും അവിടെ കടന്നു. മഹാനുഭാവൻ മൂന്നാമതായി വളരെ ഗൗരവത്തോടുകൂടെ വീണ്ടും അഹ്മദ് അസ്വൻ റിഫായി എന്ന് പറയുന്ന തന്റെ ദർബാറിൽ ഹാദിമായി നിൽക്കുന്ന തന്റെ പ്രിയ പൗത്രനോട് പറഞ്ഞു, കേരളത്തിലെ ആലുവയിലെ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന ആൾ ഈ കാലഘട്ടത്തിന്റെ ഖുതുബാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോ കേരളത്തിലെ പള്ളികളിൽ നിന്ന് മെമ്പറയോട് ചേർന്ന് നിന്ന് മൗലവിമാര് ഖുത്ബുസ്സമാനെതിരെ ആക്രോശിക്കുമ്പോ മലയാളം അറിയാത്ത ബസറയിലെ ജനങ്ങളുടെ മുമ്പാകെ വെള്ളിയാഴ്ച ദിവസം എണീറ്റ് നിന്നുകൊണ്ട് മഹാനായ ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി ഈ കാലഘട്ടത്തിന്റെ ഖുതുബാണ് എന്ന് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ തന്നോട് പറഞ്ഞത് പരസ്യമായി വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം ജുമയിൽ സംഗമിച്ച ആളുകളോട് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. മാത്രല്ല, തന്റെ വല്യുപ്പ പറഞ്ഞ ഉത്തരവാദിത്തം നിർവഹിച്ചു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി ബസറയിലെ അസ്സബാഹ് എന്ന് പറയുന്ന പത്രത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ പരസ്യം കൊടുത്തിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് ഈ കാലഘട്ടത്തിന്റെ ഖുതുബ് ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളാണ് എന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട്